ഹരേ കൃഷ്ണ. കേരളം നമ്പർ 1 ആണ്. കേരളം മറ്റ് ലോക ജനതയ്ക്ക്, രാജ്യങ്ങൾക്ക് മാതൃകയാണ് എന്ന് ഞാൻ പറയുന്നതല്ല. പല പല കാര്യങ്ങളും കേരളം എന്നും ലോകത്തിൽ മാതൃകയാണ്. വിദ്യാഭ്യാസം, സംസ്കാരം, അടിസ്ഥാനപരമായി ജനങ്ങളുടെ അറിവ്, ഇതെല്ലാം എന്നും കേരളം തന്നെയാണ് ലോകത്തിലെ നമ്പർ 1. ഉദാഹരണത്തിന് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിൽ വളരെയധികം പഠന നിലവാരമുള്ളവരുടെ രീതികൾ മാറ്റിവെച്ച് അടിസ്ഥാന വർഗത്തെ നമ്മൾ നോക്കിയാൽ കേരളത്തോളം വരില്ല അടിസ്ഥാന വർഗത്തിന്റെ അറിവ് എന്ന്. അടിസ്ഥാനപരമായി ജനങ്ങൾ അറിവുള്ളവരായിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥയിൽ നമുക്ക് അറിയാവുന്നതാണ്. ലോക പൗരുഷത്തിന് മാതൃകയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേം നസീറിനെയാണ്. പ്രേം നസീർ എന്ന വ്യക്തി ഞാൻ കണ്ടിട്ടുള്ള സിനിമാ നടന്മാരിൽ ഏറ്റവും സുന്ദരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം അക്കാലത്ത്, എത്രയോ കാലം മുമ്പ് തന്നെ, ഇത്രയും സൗന്ദര്യത്തോടു കൂടി നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് ഇത്രയും ആരാധകരെ കൈകാര്യം ചെയ്ത് ജീവിതത്തിലെ സത്യസന്ധമായ ഒരു രീതികൾ എങ്ങനെയാണ് എന്ന് സമൂഹത്തിന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുക ഒരു വലിയ ആരാധക വൃന്ദത്തിന്റെ ശല്യമാണ്. കാരണം ഇത്രയധികം സൗന്ദര്യമുള്ള ഒരാൾ അന്ന് അതിനോട് തൊട്ടടുത്ത സൗന്ദര്യമുള്ള ആളുകൾ പോലും ഇല്ലാതിരിക്കെ, ഒരു മത്സരം പോലും ഇല്ലാതെ അന്ന് മുന്നേറിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഒരുപാട് ആരാധക ശല്യം, ഒരുപാട് ജീവിതത്തിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകുമെന്നാണ്. ഇപ്പോ ആരാധകരുടെ ശല്യം പല രീതിയിലും കണ്ടിട്ടുള്ള ഇപ്പോഴത്തെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും ഒരുപാട് വിവാഹം കഴിച്ചാൽ പോലും ഒരു തെറ്റാണ് ആ രീതി എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒരു ജനവിഭാഗത്തിൽപ്പെട്ട, ഒരു ജാതി വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹം ഒരിക്കലും അത്തരം കാര്യങ്ങൾക്ക് മുതിരാതെ സ്വന്തം കുട്ടികൾക്ക് ഏറ്റവും നല്ല ജീവിതം നൽകുന്ന ഒരച്ഛനായി, അവർക്ക് മാതൃകയായി വളരെ നല്ല ഒരു കുടുംബജീവിതം നയിച്ച് നമുക്കെല്ലാം മലയാളത്തിന് ഒന്നാകെ അഭിമാനമായി മാറിയ അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ മാതൃകാ ജീവിതം നയിച്ചു കാണുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നടന്മാരിൽ വളരെ സുന്ദരനായ മമ്മൂക്ക. ജീവിതം വളരെ ഭംഗിയായി മാതൃകാപരമായി മലയാളികൾക്കെല്ലാം ഉത്തമമായ ഒരു ജീവിതം നയിച്ചു മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ ശക്തമായ മാതൃകകളാണ് പുരുഷ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്നത്. ഈ മാതൃകകൾ മലയാളത്തിന്റെ സ്വന്തം സംഭാവനകളാണ്. ഇത് മറ്റൊരു സ്ഥലത്തോ മറ്റൊരു ഭാഷകളിലുള്ള കലാമേഖലകളിലോ പ്രതീക്ഷിക്കാനാവാത്ത തരത്തിലുള്ള മാതൃകയാണ്. ഇത് നമ്മൾ വളരെയധികം വില കൽപ്പിക്കേണ്ട മാതൃകകളാണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളും ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് കലാമേഖലയിലുള്ള യേശുദാസ്. അദ്ദേഹം ശബ്ദ സൗകുമാര്യം നിലനിർത്താൻ അദ്ദേഹം എടുക്കുന്ന ആ ചില വ്യത്യസ്തമായിട്ടുള്ള
അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ അത് വളരെയധികം മാതൃകയായിട്ടാണ് ശബ്ദ സൗകുമാര്യം കൊണ്ട് ആ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വരെ മാതൃകയായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമാണ് ഇന്നും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ ശബ്ദത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള മാതൃകകൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഇത് സംഗീത ലോകത്തെ ഏക വ്യക്തിയാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ അഭിനയ ലോകത്ത് നമുക്ക് മാതൃകയാണ് മോഹൻലാൽ. നോക്കൂ, ഇത്രമാത്രം സത്യസന്ധമായ കൃത്യമായ അഭിനയം എന്ന് എല്ലാവരും പുകഴ്ത്തുന്ന വ്യക്തി എന്നത് മോഹൻലാൽ മാത്രമാണ്. അഭിനയ ലോകത്ത് ഒരുപാട് പ്രതിഭകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനി വരാനുണ്ട്. പക്ഷെ നമുക്ക് എത്രയും മാത്രം അഭിമാനത്തോടുകൂടി പറയാവുന്ന ഒരാളാണ് മോഹൻലാൽ. ഇത് മലയാളം എന്ന ഈ ഒരു ഭാഷ, കേരളം എന്ന ഈ ഒരു ചെറിയ സ്ഥലം ലോകത്തിന് നൽകുന്ന ഇത്തരം സംഭാവനകൾ വളരെയധികം വിലമതിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ.